കുൽഫി അല്ലടാ, ഐസ്ക്രീം ഐസ്ക്രീം. എടാ ഡ്രാഗൺ ഫ്രൂട്ട് താഴെ പൊടിപ്പോ പോകുന്ന താഴെ. അത് പാലെവിടെ ഇരിക്കണ മോനെ? അവിടെ ഉണ്ടാ? അടിപൊളി. സ്വാഗതം. അപ്പൊ മച്ചാമാരി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇന്ന് നമ്മള് കുൽഫി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കുൽഫി എന്താണ്? നിനക്ക് ഏതാ വേണ്ടപ്പോ? ഇനി ബദാം മാത്രമേ ഉള്ളൂ. ബദാം. അപ്പൊ ഇത് 3 സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ബദാം ഉണ്ട്, പിസ്ത ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് കുൽഫി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കുൽഫി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻസിന്റെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോഴല്ല, പണ്ട് കാലം തുടങ്ങി ഇതിന് ഭയങ്കര ഫാൻസ് ഉള്ള സാധനമാണ്. നോർത്തിലും ഉണ്ടല്ലേ? എടാ നോർത്ത് ഇന്ത്യയിലടാ കൂടുതൽ. സൗത്തിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ എല്ലായിടത്തും സ്പ്രെഡായി. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഈ സാധനത്തിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി കുൽഫിയാണ്. അപ്പൊ ഇതിന്റെ പരിപാടി തുടങ്ങി ഞാൻ കുറെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറെ സമയം പോകും. പണി തുടക്കട്ടെ, അതിന്റെ ഇടയിൽ നമുക്ക് കഥ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിസ്ത ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബദാം കുട്ടനുണ്ട്, അത് മാത്രമല്ല ഇത് നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ബേസ് സാധനം നമ്മുടെ പാലാണ്. ഇത് മിൽക്ക് പാല് കണ്ട, നമ്മുടെ പാത്രത്തിൽ ഒരു പകുതിയോളം പാലുണ്ട്. പിന്നെ വേറെ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇത്തവണ ഇറക്കുമതി ചെയ്തേക്കുന്നത്. ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മൾ ഇത്തവണ കുൽഫി ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യൽ പാത്രം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്ന പാത്രം. ഇത് നോക്കി ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന അലുമിനിയത്തിന്റെ പാത്രമാണ്. ഇതും മതി അടപ്പ് വരുന്നുണ്ട്, സ്പെഷ്യൽ അടപ്പനാണ്. നമ്മളിത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചു വെക്കാൻ പറ്റും. ഇതിനുള്ളിൽ സ്റ്റിക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് വന്നു കണ്ട, ഈ സ്റ്റിക്ക് കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ ഇന്ന് കുൽഫി ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ട, സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണിത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗ്ലാസ് കഴുകിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ നല്ല രീതിക്ക് കഴുകിയെടുക്കുകയാണേ. ഓൾറെഡി നമ്മളിത് കഴുകി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കഴുകുന്നത് കേട്ടാ. പണ്ട് കാലത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ പോലെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത പറഞ്ഞേ അവർ തണുപ്പിച്ചായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ഹിമാലയത്തിൽ നിന്ന് മഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിൽ ഉപ്പിടും. ഉപ്പ് ഇല്ലടാ, മഞ്ഞ് കൊണ്ടുവന്നിട്ട് പോടാ. അങ്ങനെയല്ലടാ എടാ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം സംഭവം. ഹിമാലയത്തിൽ നിന്ന് വലിയ വണ്ടി സാധനം കയറ്റി കൊണ്ടുവരും, കാളവണ്ടിയില്. എടാ അതല്ല, കാളവണ്ടിക്ക് എടാ അവിടെ അടുത്തൊക്കെയാണ് മഞ്ഞുമല. കുളു മണാലിന്നട്ടെ എടാ അല്ലെന്ന് മഞ്ഞ് കൊണ്ടുവരും, ഐസ് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ പാല് തിളപ്പിച്ചെടുക്കാനുള്ള പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ടേ. അടപ്പൊക്കെ ഓൾറെഡി കത്തിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. എടാ ഉരുളി ചൂടെ പാല് ഒഴിച്ച പോലെ. അപ്പൊ നമ്മുടെ പാല്, നമ്മുടെ കുൽഫിക്കുള്ള പാല് നമ്മൾ ഒരുക്കിയെടുക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ നമ്മുടെ പാല് അടി പിടിക്കാതിരിക്കാൻ പതിയൊന്ന് ഇളക്കണം എന്നുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആ ചൂടിൽ കിടന്ന് ഒന്ന് വറ്റി കുറുകി ആ ഒരു എന്താ പറയുക ഒരു ക്രീമിയിലേക്ക് വരണം. എന്നാലേ നമ്മുടെ ഒരു കറക്റ്റ് കുൽഫിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പാലൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തീ അണയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇനി തല ചെത്തി. അല്ല ഇതായിരുന്നു തല. എനിക്ക് വേറെ സാധനമുണ്ട്. ഇത് നമ്മളിങ്ങനെ പഴം പൊളിക്കണ വരി സെറ്റാക്കാൻ പറ്റും. ആയി കണ്ട ഇനി അത് മറ്റേ റോസാപ്പൂ പൊളിക്കണ ഒരു പൊളിക്ക്. ഇതേ നോക്കിയേ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ പൊളിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക കളറുണ്ട്. റെഡും അല്ല, വയലറ്റും അല്ല, മജന്തയും അല്ലാത്തൊരു കളറ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷേ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല മധുരമൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും, ഫ്ലേവറൊക്കെ ഉണ്ടാവും. പക്ഷെ മധുരം കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി പഞ്ചാരയൊക്കെ ചേർത്ത് കഴിച്ചാലേ കാര്യമുള്ളൂ. തല മുറിച്ചു, വാല് മുറിച്ചു. എനിക്ക് ഒറ്റ മുറിയിൽ ഇതാക്കി എടുക്കാൻ അറിയാം. അങ്ങനെ നോക്കിയ മോനെ കണ്ട. അപ്പോൾ നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിക്കുമ്പോൾ അവിടെ പിസ്ത ചതക്കുന്നു, ബദാം അരിയുന്നു, ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് പൊളിക്കുന്നു. സാധനം ഒന്ന് കഴിക്കാൻ തോന്നുന്നു. ആർക്ക് വേണ്ടേ?
കൊതിയൻ JCB. നല്ല ടേസ്റ്റ് ഉണ്ട് കിര. മാത്രം കിട്ടിയില്ല. കിര എന്നിട്ടാണ് കഴിക്കണത്. കൊതിയൻ കൊതിയൻ. ഉണ്ട്. ആയി എന്നിട്ടാണ് അത് ബോളാ. ഒരു സ്റ്റിക്ക് എടുത്തേ. ശരിക്കും ഇത് വെച്ചിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കണം. ഓ ക്രഷായപ്പോഴേക്ക് എങ്ങനെയുണ്ട്? ചളി ചളി. ഞാനുള്ള പറയണത് ആലോചിക്കുമ്പോഴാണ്. ഞാൻ ബദാം കട്ട് ചെയ്യണ്ടാ. കോഴിമുട്ട. വാവ് അടുത്ത് പൊടിഞ്ഞിട്ടില്ല ബദാം, നല്ലോണം പൊടിക്കത്. ഇങ്ങനെ മതി, കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതെ അതെ അതെ. ഡ്രാഗൺ ഫ്രൂട്ട്. ഓ വാവ്. ഈ ഭാഗം വെസ്റ്റ് അല്ലേ? ഇല്ല ഇല്ല അത് കഴിച്ചു, കുഴപ്പമില്ല. വാവ് വാവ് വാവ്. അത് വേറെ ചെലവിലേക്ക് പോയി. വാവ്. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മൾ കുൽഫിക്ക് നല്ല കളർ കിട്ടാനും ഈ സാധനം അടിപൊളിയാണേ. ബദാം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുനുകുനാക്കണ്ടേ? അതെ അതെ ബദാം കുനുകുനാക്കിയിട്ടില്ല. കുനുകുനാക്ക് ഇവനെ എന്നിട്ട് വലിയ കഷ്ണമുള്ള എല്ലാരും കുനുകുനാക്ക് ബദാമിനെ കുനുകുനാക്ക്. അപ്പൊ നമുക്ക് വേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തതായിട്ട് ഇതിനെ നമുക്ക് എന്താ പറയുക, ഒന്ന് ക്രഷ് ആക്കി എടുക്കാനായിട്ട് അജുവിനെയും കത്തീനെയും ഏൽപ്പിക്കുകയാണ്. പടപടാന്ന് സെറ്റ് ആക്കിക്കോളൂ. നോ എനിക്ക് ബദാം അരിയാനുണ്ട്. ഇനി കണാ കുണാന്ന് അരിഞ്ഞ് നമ്മൾ ഇതിനെ ക്രഷ് ആക്കി എടുക്കൂട്ടാ. അജുവിനെ ഇതിനോട് ക്രഷ് ആവാൻ പോവാണ്. ബദാം ബദാം ബദാമിന്റെ പാട്ടില്ലടാ. ബദാം ബദാമോ കജാ ബദാം ഹിന്ദി രണ്ട് വെറുതെ പാടണ വിഷയമൊക്കെ മാറും, അർത്ഥമൊക്കെ മാറും. എടാ മോനെ ബദാം ശരിക്കും ഇങ്ങനെ ക്രഷ് ചെയ്യണ വേണ്ടേ? അവന് ഓരോ പിടി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ പിസ്തയൊക്കെ കഴിഞ്ഞ് ബദാമിലേക്ക് മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ബദാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ മെഷീൻ നമ്മൾ പക്ഷേ ട്രഡീഷണൽ ലെവലിൽ സാധനങ്ങൾ ചെയ്യുള്ളൂ. അവിടെ പടപടാന്ന് സെറ്റാക്കുന്നുണ്ട്. അതിൽ സൂപ്പറായിട്ട് ഇവിടെ അരിയണ്ടല്ലോ ഞാൻ. ചക്കാക്കി നശിപ്പിച്ച് പക്ഷെ ഇതിൽ സൂപ്പർ ഈ മെത്തേഡാ. കേട്ടാ നീറ്റായിട്ട് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. കണ്ട സെറ്റ് ഓനെ ഇങ്ങനെയുണ്ട് ശരിക്കും അരിഞ്ഞെടുക്കണ്ടേ. അപ്പൊ ബദാമിന് അതിനൊരു സന്തോഷം തോന്നും. അല്ലാണ്ട് ആ മെഷീനിലേക്ക് ഇട്ട് ഞാൻ നോക്കിയാടാ അതിലിട്ട് കറക്കും എന്തോരം മാനസിക ബുദ്ധിമുട്ട് ഇത് അനുഭവിക്കണ്ടാവും ബദാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കടകളാന്ന് കലക്കി നല്ല ജാമ് പരിവാക്കി എടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ ബദാം പരിപ്പ് പടപടാ കുനുകുനാന്നാക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരിഞ്ഞ ബദാമിനെ നമ്മളിത് മാറ്റാണേ. അപ്പോൾ ഇനി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പിഴിയാനുള്ള പരിപാടിയാണ്. പൊക്കി പിടിച്ചോനെ. അധികം ഒഴിക്കില്ല, ഫുള്ള് ഇടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജാം നമ്മളിത് തുണിയിലേക്ക് മാറ്റാണേ. ഇനി നമുക്കിത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മാത്രം എടുക്കണം. ഇറങ്ങിക്കോ. പോട്ടെ ജ്യൂസ് പോരട്ടെ. തിരിച്ചോ നിങ്ങൾ തിരിച്ചോ. നിങ്ങൾ തിരി തിരിച്ചോ. അതിന്റെ സ്വത്ത് മാത്രം എടുക്കുന്നുള്ളൂ. നിന്റെ വിരലാണ് അതിൻ്റെ ഉള്ളിൽ കുടിക്കുന്നത്. ജ്യൂസ് വരട്ടെ. അപ്പൊ നമ്മള് കുറുക്കിയെടുത്ത പാലൊന്നുകൂടി ചൂടാക്കിയുണ്ട്. ഇതിലേക്ക് നമ്മൾ ബദാം ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ഇനി ഇതേ നമ്മുടെ പിസ്ത ഇട്ട് കൊടുക്കാം. അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മുടെ കുൾഫിക്കുള്ള ബേസിക് മിക്സ് റെഡി ആയിട്ടുണ്ട്. സംഭവം ഇപ്പോൾ കുടിക്കണേ തന്നെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. കാരണം ബദാമും പിസ്തയൊക്കെ ഇട്ട് നമ്മുടെ പാലിനെ നല്ല കുറുക്കി പരിവാക്കി എടുത്തേക്കണം. കണ്ടാ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീലില്ലേ. അടിപൊളി. അപ്പോൾ ഇനി ഇത് നമ്മൾ 3 പാത്രത്തിലേക്ക് ഈക്വലായിട്ട് മാറ്റാൻ പോവാണേ. 3 ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മളിത് ഈ 3 പാത്രത്തിലേക്ക് ഇത് മാറ്റാണ്. അങ്ങനെ നമ്മുടെ പിസ്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. 3 പാത്രങ്ങളിലേക്കായിട്ട് നമ്മൾ പകർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മേമ്പൊടിക്കൊരു സാധനം ചേർക്കാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഏലക്കപ്പൊടി ഇതേ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടത്. ഇനി ഇത് നമ്മുടെ കളർ ഫ്ലേവർ മിക്സിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു റെഡ് കളറും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറും കിട്ടാനായിട്ട് നമ്മളിത് അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതേ നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ട നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒഴിച്ചപ്പോൾ നല്ലൊരു റോസ് കളറായിട്ടുണ്ട് നമ്മുടെ മിക്സേ. ഇത് നമ്മുടെ പിസ്ത ഓയിൽ കേട്ടോ. പിസ്ത ഓയിൽ എക്സ്ട്രാക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പിസ്തയുടെ ഫ്ലേവറും കൂടി ആഡ് ചെയ്തിരിക്കുന്നതാണിത്. ഇത് നമ്മളിത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മളുടെ 3 ഫ്ലേവറുകൾ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ പിസ്തയുടെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ സാധാരണ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ കുൽഫിയുടെ ആ ഒരു മിക്സ്, ഇത് 3 നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കുൽഫി മൊത്തത്തിൽ നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടി നോക്കിയാലോ. അങ്ങനെ നമ്മുടെ കുൽഫിക്കുള്ള സെറ്റപ്പ് നമ്മൾ റെഡിയാക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുൽഫിയുടെ സ്റ്റാൻഡ് നിരത്താണ്. ഇതിലേക്കാണ് നമ്മുടെ കുൽഫിയുടെ കപ്പുകൾ വെക്കാൻ പോകുന്നത്. സ്റ്റക്ക് ഉണ്ടല്ലോ ഇതിൽ. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഇനി ഗ്ലാസ് വെക്കാൻ പോവാണ്. തൽക്കാലം നമുക്കിതിനെ ഒന്ന് നീക്കി വെക്കാം. ചടപടാന്ന് നമ്മുടെ ഗ്ലാസ്സുകൾ എടുത്ത് നമ്മൾ ഈ ഹോളിൽ അങ്ങോട്ട് നിരത്താണ്. അങ്ങനെ നമ്മുടെ നിരത്തലൊക്കെ കഴിഞ്ഞു. ഇതേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേ നിറയെ ഇപ്പോൾ സാധനമായിട്ടുണ്ട്. പ്രേമച്ചാനെ, ഇനിയിപ്പോൾ നമുക്കിതേ നമ്മളുടെ ഈ കാണുന്ന ഓരോ പാത്രത്തിലേക്കും നമ്മുടെ കുൽഫിയുടെ മിക്സ് നിറച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മിക്സ് ഒഴിക്കാനുള്ള പരിപാടിയാണ്. നല്ലോണം ഇളക്കിയിട്ട് നമ്മളെടുത്തിന് ഒഴിക്കാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഏകദേശം ഈ അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ കളർ മാത്രമേ ഇപ്പോൾ ഒഴിച്ചായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി 2 കളർ കൂടി ഒഴിക്കാനുണ്ട്. 2 കളറല്ല, 2 ഫ്ലേവർ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ പിസ്ത കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് മിക്സ് എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അവസാനമായിട്ട് ഇതേ നമ്മുടെ ഒറിജിനൽ ടേസ്റ്റ്, നമ്മുടെ ഒരു ബദാം മിൽക്കിൻ്റെ ഒക്കെ മിക്സ് പോലെ നമ്മൾ എടുക്കില്ലേ, കറക്റ്റ് അതാണ് നമ്മുടെ കുൽഫിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം ഇനി ഇത് അടയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ അടപ്പനുണ്ട്. ഇത് വെച്ചിട്ട് ഇതേ നമ്മൾ ഓരോന്നും അടച്ച് സെറ്റാക്കുകയാണേ. ഒന്ന് തുടച്ചിട്ട് നമുക്ക് നേരയിലേക്ക് തന്നെ ഇറക്കി വയ്ക്കാം. അങ്ങനത്തെ നമ്മുടെ ഓരോ ചെപ്പുകൾക്കും നമ്മൾ അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്ക് വയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഇനി ഇതേ നമ്മുടെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓരോന്നിലായിട്ട് നമ്മൾ ഇതേ സ്റ്റിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അങ്ങനത്തെ ഓരോ നമ്മളുടെ കുൽഫിയുടെ സെറ്റപ്പിൽ എന്ത് നമ്മൾ സ്റ്റിക്ക് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചാന്മാരെ, ഇനി നമ്മുടെ കുൽഫി നമുക്ക് തണുപ്പിച്ച് ഫ്രീസാക്കി നല്ല കല്ലൻ ഐസാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ
മച്ചാന്മാരെ ഇത് ഏകദേശം ഒരു രാത്രി നമ്മൾ തണുപ്പിക്കാൻ വെച്ച് നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാനുള്ള നേരെ തുറന്നു നോക്കാം. എടുക്കെടുക്കെടുക്ക് ഓരോന്നും എടുത്തോ. ഞാൻ ഇതെടുത്തു. എനിക്ക് പച്ച, പിങ്ക് നിനക്ക് മഞ്ഞ. ഓ അടിപൊളി. ഇത് തുറക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഒരു ചുറ്റിക്കൽ ചുറ്റിക്കുക. എന്നിട്ട് നേരെ മോനെ മോനെ കുൽഫി റെഡി നിനക്ക് കഴിക്കണിക്കും വരെ ടോപ്പിങ്സ് ഇടാനുണ്ട്. നമ്മുടെ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കുകയാണേ. എടാ എനിക്ക് കിട്ടിയത് മറ്റേ സാധനം പിസ്ത. മോനെ സെറ്റ്. ഇതാ ടേസ്റ്റ്. ഇത് നോക്കൂ, ടേസ്റ്റ് കൊള്ളൂല. എനിക്ക് ഇതാണ് ഇഷ്ടമായത്. എൻ്റെ ഇഷ്ടമായി. എനിക്ക് എൻ്റെ ഇഷ്ടമായ ഇപ്പൊ പറയും തിന്നോക്കാതെ ഇഷ്ടമായെന്ന് പറയും. ഞാൻ നേരത്തെ തിന്ന് നോക്കിണ്ടായി 2 എണ്ണം. ഏതാണത്? അപ്പൊ ഇതോ കഴിഞ്ഞത് അത് കഴിഞ്ഞത് എന്താണ് പൊളി സാധനം. പ്രവണ സെറ്റടാ. കിട്ടിക്കാച്ചി സാധനം ഉണ്ട്. ഒത്തൻറ്റിക് കുൽഫിയുടെ അതേ ടേസ്റ്റ്. പ്രവി നല്ല എ ക്ലാസ് സാധനം. എന്താണ് നമ്മൾ ഇത്ര വൈകി പോയത് ഉണ്ടാക്കാൻ? പാത്രം കിട്ടില്ല, അച്ച് വന്നില്ല. മോനെ സ്വർഗം സെറ്റ് സാധനം. പച്ച മഞ്ഞ 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 എന്ത് ടേസ്റ്റാണ് പ്രവിയേ. പച്ചനേക്കാൾ നല്ലത് മഞ്ഞാണ്. ഓക്കെ ഡിമ്പടി ബാ. എഡ്വിൻ കഴിക്കണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ 2 പാക്ക് എടുത്തത്. 4ാമത്തെ 5ാമത്തെ കഴിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ മഞ്ഞക്കാ കൂടുതൽ ടേസ്റ്റ്. പച്ചക്കറി കൂടുതൽ ടേസ്റ്റ്. മഞ്ഞക്കാ കൂടുതൽ ടേസ്റ്റ് അല്ലേടാ? ചുമപ്പക്കല്ല മഞ്ഞക്ക. പച്ച 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 പച്ചക്കറി ഫാൻസ്. ബദാം 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 മഞ്ഞക്കല്ല ഏറ്റവും കൂടുതൽ. പച്ച മഞ്ഞ ഫാൻസ് ലൈക്ക്. ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാ അങ്ങോട്ട് വരാം. ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. പണിയിലായിരുന്നല്ലേ. കോലൊക്കെ ഉണ്ട് ഐസ്ക്രീമിന്. എല്ലാവർക്കും വേറെ വേറെ കളർ ഉണ്ടാ. ഒളിച്ചു കളഞ്ഞ കൈ പിടിക്ക് തിന്നില്ല. ഷുഗറാണോ? ഒരു ഷുഗറില്ല. ആന്നെ ഞങ്ങൾ ഇത്ര പാടയിച്ചുണ്ടാക്കിയല്ലേ. ഇത് ആർക്ക് ഉണ്ടാക്കിയാണ്? നിങ്ങൾക്ക് ഉണ്ടാക്കിയാണ്? ഞങ്ങൾക്ക് ഉണ്ടാക്കിയതാ. ആ പിന്നെ ഞങ്ങളും കഴിച്ചതിന്റെ ഇടയില് എല്ലാവർക്കും ആയാ? കൊറേ നാളായിട്ടൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കിടാ. നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആവണമെന്ന്. ചേച്ചി ഒരു പണിയിലായിരുന്നിട്ടാ. ഞങ്ങൾ ഡിസ്റ്റർബൻസ് ആയാ? എങ്ങനെയുണ്ട്? നമുക്ക് പുതിയ കമ്പനി തുടങ്ങിയാലോ? ഐസ്ക്രീം കമ്പനി. അപ്പൊ മച്ചാന്മാരെ ഇത് നമ്മളുടെ ഇന്നത്തെ കുൽഫി ഉണ്ടാക്കുന്ന പരിപാടികൾ അവസാനിക്കുകയാണ്. അങ്ങനെ കുൽഫി ഉണ്ടാക്കി നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമായി. അത് മാത്രമല്ല അവിടെ കുറച്ച് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഒന്നാമത്തെ ഇവിടെ വെയിലൊക്കെ കയറിക്കൊണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുൽഫിയുടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായില്ല. അവർക്ക് നല്ല അഭിപ്രായവും പറഞ്ഞ് എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാ ഫ്ലേവറും അവർക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മളുണ്ടാക്കി കഴിക്കണേക്കാളും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആ ചേച്ചിമാർക്ക് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കാണാനായിരുന്നു നമുക്ക് ഏറ്റവും
ഏറ്റവും സന്തോഷമായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരെയൊക്കെയാണ്. എന്തായാലും ഈ ഒരു മിക്സ് വെച്ച് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ പറയുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിലേക്കാണ്. അതുപോലെ ടീം M14 ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ്.